ലഡാക്ക് യാത്രയുടെ രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം. ഇന്നലെ മുടങ്ങിയ യാത്ര ഇന്ന് തുടരാൻ പറ്റും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ രാവിലെ 5 മണിക്ക് മുൻപ് തന്നെ എയർപോർട്ടിൽ എത്തി. ചെക്ക് ഇൻ കഴിഞ്ഞ് വിമാനത്തിലേക്ക്. ഏതായാലും ഇന്ന് ലഡാക്കിൽ മഴയില്ല. വിമാനം യാത്ര പുറപ്പെട്ടു. വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾക്ക് മുകളിലൂടെ ലഡാക്ക് ലക്ഷ്യമാക്കി പറക്കുകയാണ്. വിമാനം ഇപ്പോൾ ലഡാക്കിന് മുകളിലാണ്. മേഘങ്ങൾക്കിടയിലൂടെ ലഡാക്കിലെ മലനിരകൾ കാണാം. വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ചിറകുകളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? താഴത്തെ മലനിരകൾ. മേഘങ്ങൾക്ക് മുകളിൽ നിന്നും മേഘങ്ങൾക്ക് താഴേക്ക് താഴുകയാണ് വിമാനം. കുശോക് ബാക്കുള റിൻപോച്ചെ വിമാനത്താവളം എയർഫോഴ്സിൻ്റേതാണ്. സിവിലിയൻസിനുള്ള ടെർമിനലിൻ്റെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട്. ടൂർ കമ്പനി അറേഞ്ച് ചെയ്ത ട്രാവലറിൽ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. നല്ല പ്ലസന്റ് ആയിട്ടുള്ള അന്തരീക്ഷം. എങ്ങോട്ട് നോക്കിയാലും മിലിറ്ററി വാഹനങ്ങൾ കാണാം. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണല്ലോ ലഡാക്ക്. ഗൽവാൻ ഇൻസിഡൻറ്റിന് ശേഷം ബോർഡർ വളരെ ടെൻസ്ഡ് ആണല്ലോ. മനോഹരമായ കാഴ്ച. മലനിരകൾക്കടുത്തേക്ക് പോകുന്ന റോഡ്, മലനിരകൾ, അവയ്ക്ക് മുകളിൽ വെളുത്ത മേഘം, അതിനു മുകളിൽ നീലാകാശം. ഒരുപാട് മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ട് ലഡാക്കിൽ. ആർമിയുടേത്, എയർഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവിടെ എല്ലാം ഉണ്ട്. ദൂരെ മലമുകളിൽ ഒരു വെളുത്ത സ്തൂപം കാണാം. അതാണ് ശാന്തി സ്തൂപ. ഇന്നലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയത് കാരണം ഒരു ദിവസം നഷ്ടപ്പെട്ടുവല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്യുവാനായി ഇന്ന് റൂമിൽ ഉച്ചവരെ വിശ്രമിച്ച ശേഷം ശാന്തി സ്തൂപ, സംഘം, മാഗ്നറ്റിക് ഹിൽ, ഗുരു പഥർ സാഹിബ് ഗുരുദ്വാര, പിന്നെ അവസാനം ലേ പാലസ് എന്നിവ സന്ദർശിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവസാനം ലേ മാർക്കറ്റിൽ ഒരു ചെറിയ ഷോപ്പിങ്ങും ഉണ്ട്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണ്. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും പോകുന്ന വഴികൾ ഇതുപോലെ ഇടുങ്ങിയതാണ്. ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിക്കണം. ഇതുപോലെ ഇടുങ്ങിയ വഴികളിലൂടെ അനായാസം ഓടിച്ചു പോകുന്നതിന്. പലപ്പോഴും എതിരെ വാഹനങ്ങൾ വരുന്നുണ്ട്. ഒടുവിൽ ഞങ്ങൾ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിൽ എത്തി. നളന്ദ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. ഹോട്ടൽ റൂമിൽ നിന്നുള്ള ദൃശ്യം. ചുറ്റുപാടുകളെല്ലാം വൃത്തിയും ഭംഗിയുമുള്ളതാണ്. ഹോട്ടലിൻ്റെ മുറ്റം. ദൂരെ മലമുകളിൽ കാണുന്നത് ചമോ മൈത്രേയ ടെമ്പിൾ ആണ്. വിശ്രമത്തിന് ശേഷം ശാന്തി സ്തൂപയിലെത്തി.
അതാണ് ശാന്തി സ്തൂപ. ശാന്തി സ്തൂപയിൽ നിന്നുള്ള ലേ പട്ടണത്തിൻ്റെ ദൃശ്യം. ദൂരെ ആ കുന്നുകൾക്ക് നടുക്ക് ഒരു താഴ്വര. ശാന്തി സ്തൂപയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതെല്ലാം. നേരത്തെ ഹോട്ടൽ റൂമിൽ നിന്നു കണ്ട സെമോ മൈത്രേയ ടെമ്പിളാണ് ആ കാണുന്നത്. ശാന്തി സ്തൂപയോട് ചേർന്നുള്ള മൊണാസ്ട്രിയാണിത്. ചാൻസ്പ എന്ന സ്ഥലത്തെ ഒരു മലമുകളിലാണ് ശാന്തി സ്തൂപ സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത താഴേക്കുടമുള്ള ഒരു സ്തൂപമാണ്. 1991 ജാപ്പനീസ് ബുദ്ധ സന്യാസിയായ ഗ്യോമ്യോ നാക്കാമുറയാണ് ഈ സ്തൂപം പണികഴിപ്പിച്ചത്. ശാന്തി സ്തൂപയിൽ ശ്രീബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നു. 14ാം ദലൈലാമയാണ് ഇത് ഇവിടെ അടക്കം ചെയ്തത്. മതപരമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഇവിടെ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളും ലേ പട്ടണത്തിൻ്റെ കാഴ്ചകളും കാണാൻ വേണ്ടിയാണ് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത്. ശാന്തി സ്തൂപയുടെ ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ്. എങ്ങോട്ട് നോക്കിയാലും മലനിരകൾ. പലതിലും ഒരു പുൽക്കൊടി പോലുമില്ല. മനോഹരമായ ദൃശ്യങ്ങൾ. ടൈം ലാപ്സ് ദൃശ്യങ്ങൾ. ശാന്തി സ്തൂപയിൽ നിന്നും തിരികെ ഇറങ്ങുകയാണ്. ഈ ഭാഗത്തേക്ക് റോഡ് ഉണ്ടെങ്കിലും വാഹനങ്ങൾ കയറ്റിവിടില്ല. ലേ പട്ടണം മലനിരകൾക്കിടയിലൂടെ നീണ്ടുകിടക്കുന്നു. മലനിരകൾക്ക് മുകളിൽ മേഘങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ശാന്തി സ്തൂപയിൽ നിന്നും യാത്ര തിരിച്ചു. സംഗമിലേക്കാണ് അടുത്ത യാത്ര. മിലിറ്ററി ബാരക്കുകളാണ്. ഹൈലാൻഡ് ഹീലേഴ്സ് മിലിറ്ററി ഹോസ്പിറ്റലാണ്. ഇന്ത്യൻ ആർമിയുടെ ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സിൻ്റെ വകയാണ് ഈ ക്യാമ്പും ഹോസ്പിറ്റലുകളും.
You will not throw out. Yeah, you will keep it here. Thank you very much. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഉച്ചയ്ക്ക് ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. മട്ടൺ ബിരിയാണിയാണ് കഴിച്ചത്. കേരളത്തിൽ കിട്ടുന്നത് പോലെ ആടല്ല, ചെമ്മരിയാടിൻ്റെ ഇറച്ചിയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. ആ കാണുന്നത് ഒരു ഫ്യൂവൽ ഡിപ്പോയാണ്. ഒരുപാട് ഫ്യൂവൽ ടാങ്കർ ട്രക്കുകൾ ആ കോമ്പൗണ്ടിനുള്ളിലുണ്ട്. നോക്കെത്താ ദൂരത്തോളം മലനിരകൾ നീണ്ടുകിടക്കുന്നു. എനിക്ക് ലഡാക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ ഇതാണ്. വെളുത്ത മേഘത്തിൻ്റെയും നീലാകാശത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള മലനിരകൾ. അടിപൊളി ദൃശ്യം. ഇവിടെ റോഡുകളെല്ലാം നല്ല കണ്ടീഷനിലാണ്. കിലോമീറ്ററുകളോളം ഒരു മനുഷ്യനെയും കാണാനില്ല. നീണ്ടു നിവർന്ന റോഡ്. ഗുരു പത്തർ സാഹിബ് ഗുരുദ്വാരയാണ് ഈ കാണുന്നത്. സംഗമിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇറങ്ങുന്നത്. മിലിറ്ററി ട്രക്കുകൾ കടന്നു പോകുന്നു. BPCLൻ്റെ ഫ്യൂവൽ ഡിപ്പോയാണിത്. ഒരു പെട്രോൾ പമ്പുമുണ്ട്. ഇതുപോലത്തെ ടെറൈനിൽ പട്ടാളക്കാർ ട്രക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. ട്രക്കുകൾ കാണാം. ടാട്ര ട്രക്കുകളാണ്. അവസാനം നമ്മൾ സംഗമിലെത്തി. ലേ ശ്രീനഗർ ഹൈവേയിലെ നിമ്മു എന്ന സ്ഥലത്താണ് സംഗം. ഇൻഡസ് നദിയും സൻസ്കാർ നദിയും സംഗമിക്കുന്ന സ്ഥലം, അതാണ് സംഗം. ഈ നേരെ മുന്നിൽ കാണുന്നത് ഇൻഡസ് നദി. ഇത് സൻസ്കാർ നദി. സാധാരണയായി പച്ച നിറമാണ് വെള്ളത്തിന്. മഴ പെയ്യുമ്പോഴാണ് വെള്ളത്തിന് ചെളിയുടെ നിറം കൈവരുന്നത്. ഇന്നലെ അതിഭയങ്കര മഴയായിരുന്നല്ലോ.
ഇൻഡസ് നദിയിലെ വെള്ളത്തിന് സാധാരണ നീല നിറമാണ്. താഴെ ആ കാണുന്ന ഭാഗത്തേക്ക് വാഹനങ്ങളിൽ പോകാം. സംഗമിൽ കുളിക്കുകയും ചെയ്യാം. സാധാരണ ഇതൊരു നീല പച്ച നിറത്തിൽ കാണുന്നതാണ്. ഈ വെള്ളമേ മഴ കാരണമാണെന്നാണ് ചെടിയായി. ഈ മലനിരകളിലേക്ക് ധാരാളം പേർ ട്രെക്കിങ്ങിന് പോകാറുണ്ട്. സംഘം കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ലഡാക്ക് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കുമല്ലോ. ഈ യാത്രയുടെ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ഗുഡ് ബൈ.